പുരുഷാരം പിന്നെയും യേശുവിൻ്റെ അടുക്കൽ വന്നുകൂടി. യേശു പതിവ് പോലെ പിന്നെയും അവരെ ഉപദേശിച്ചു. അപ്പോൾ പരീശന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് പുരുഷന് വിഹിതമോ? യേശു അവരോട് പറഞ്ഞു, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. അതുകൊണ്ട് അവൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഇനി അവർ രണ്ടല്ല, അവർ ഒരു ദേഹമത്രേ. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനങ്ങൾ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനങ്ങളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന തിരുവചനങ്ങളുണ്ട്. നമുക്ക് പ്രബോധനം നൽകുന്ന, നമ്മെ ബുദ്ധി ഉപദേശിക്കുന്ന തിരുവചനങ്ങളുണ്ട്. നമ്മെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന, ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ ഉപദേശങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ ആശ്വാസവചനങ്ങൾ പോലെയല്ല. ആശ്വാസവചനങ്ങൾ എല്ലാവർക്കും സന്തോഷമാണ്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ മറക്കില്ല എന്നുള്ളത് ആശ്വസിപ്പിക്കുന്ന വചനമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്നുള്ളത് ആശ്വാസവചനങ്ങളാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉപദേശങ്ങൾ അങ്ങനെയല്ല. ഉപദേശം ഉപദേശമാണ്, കൽപ്പനയാണ്. നമുക്കിഷ്ടമുള്ള വചനങ്ങൾ തിരുവെഴുത്തിൽ നിന്നും നമുക്കെടുക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ളത് മാത്രം എടുത്താൽ അത് ദൈവത്തിന് പ്രസാദകരമാകുമോ? തിരുവചനം മുഴുവൻ നമുക്കുള്ളതാണ്, ഉപദേശങ്ങളും നമുക്കുള്ളതാണ്. കുടുംബജീവിതത്തെക്കുറിച്ചായിരുന്നു ചോദ്യം. ഭാര്യയെ ഉപേക്ഷിക്കാമോ? അതൊരു പുരുഷന് വിഹിതമാണോ? യേശു എന്തു മറുപടി കൊടുത്തു? കേൾക്കുന്നവരെ സന്തോഷിപ്പിക്കാൻ ഇവിടെ ആശ്വാസവചനങ്ങളില്ല. യേശു അവരോട് പറഞ്ഞു, സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. ദൈവം അവരെ യോജിപ്പിച്ചു, ഇരുവരും ഒരു ദേഹമായി തീരും. അവർ രണ്ടല്ല, ഒരു ദേഹമത്രേ. അപ്പനെയും അമ്മയും വിട്ട് അവൻ ഭാര്യയോട് പറ്റിച്ചേരും. പ്രിയപ്പെട്ടവരെ, യേശു ഇങ്ങനെ പറഞ്ഞു നിർത്തി, ഇത് ദൈവം യോജിപ്പിച്ചതാണ്, മനുഷ്യൻ വേർപിരിക്കരുത്. ഇത് ഉപദേശമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇത് കൽപ്പനയാണ്, പാലിക്കേണ്ടതാണ്, ചേർത്ത് പിടിക്കേണ്ടതാണ്, പ്രായോഗികമാക്കേണ്ടതാണ്. ഇത് യേശുവിൻ്റെ കൽപ്പനയാണ്. പുരുഷാരം പോയി കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ യേശുവിനോട് വീണ്ടും അത് ചോദിച്ചു, ആവർത്തിച്ചു. യേശുവെ, ഒന്നുകൂടി ഒന്ന് പറയാമോ? യേശു അവരോട് വീണ്ടും ആവർത്തിച്ചു, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്. ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവളെ വിവാഹം ചെയ്താൽ അത് വ്യഭിചാരമാണ്. നോ, അത് ചെയ്യരുത്. ഇത് ഉപദേശമാണ്, കൽപ്പനയാണ്. എന്ത് വില കൊടുത്തും കാത്തു സൂക്ഷിക്കേണ്ട ദൈവത്തിൻ്റെ വചനം. കുടുംബ ജീവിതം ദൈവം സ്ഥാപിച്ചതാണ്. അതങ്ങനെ മനുഷ്യർക്ക് തങ്ങളുടെ ഇഷ്ടം പോലെ മാറ്റുവാനുള്ളതല്ല. ഒരു കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായി. ദൈവം എന്ത് ചെയ്തെന്നോ? മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് പാപം ചെയ്തത്. ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്ന് കണ്ടപ്പോൾ ആ വീട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ യേശു കർത്താവ് തൻ്റെ പദവി വേണ്ടെന്ന് വെച്ച് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
മനുഷ്യവേഷമെടുത്തു. അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച ദൈവം ദാസരൂപമെടുത്തു. താണു വന്നു. പ്രിയപ്പെട്ടവരെ, താഴ്ന്നു വരണം. അല്ലാതൊന്നും ഈ വിഷയം പരിഹരിക്കപ്പെടില്ല. താഴ്ന്നു വരണം. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകാൻ താണു. അത്രയും താഴണം. പുരുഷനാണ്. താണുകൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ക്രൂശിലെ മരണത്തോളം താണു. പ്രിയപ്പെട്ടവരെ, താണുകൊടുത്താൽ എന്താ നഷ്ടപ്പെടാൻ പോകുന്നത്? യേശുവിൻ്റെ ജീവിതത്തിൽ നിങ്ങൾ നഷ്ടങ്ങളുണ്ടായോ? ഒത്തിരി താണു കൊടുത്തു. ഒത്തിരി താണു. ദൈവം എന്ത് ചെയ്തു? എല്ലാ നാമത്തിനും മേലായ നാമമാക്കി അങ്ങ് ഉയർത്തി. പ്രശ്നം പരിഹരിക്കപ്പെട്ടു. സമാധാനം ഉണ്ടാക്കാനാ വന്നത്. ചോര കൊടുത്ത സമാധാനം ഉണ്ടാക്കിയത്. എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കണം. ദൈവം സ്ഥാപിച്ചതാണ്, വിലയുള്ളതാണ്. അല്പം താണു കൊടുക്കേണ്ടി വന്നാലും പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. ഇത് ദൈവം സ്ഥാപിച്ചതാണ്. മനുഷ്യർക്ക് വേർപിരിക്കുവാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കുന്നില്ല. ദൈവവചനത്തോട് ഇന്ന് പകൽ നമുക്ക് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.